ചിങ്ങമാസത്തിലെ അവിട്ടം പാറുമോളുടെ പിറന്നാളാണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയി ശ്രീജോട്ട് കട തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോയതിനു ശേഷം കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ എടുക്കണം എന്ന് വിചാരിച്ചു, സദ്യയൊക്കെ വെക്കാനായിട്ട്. പക്ഷെ കടയിൽ കയറിയതേ ഓർമ്മയുള്ളൂ, തിരിച്ചു വരാൻ പറ്റിയില്ല. അമ്പലത്തിന്റെ മുൻപിൽ തന്നെ കളിപ്പാട്ട കട ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പാറുമോൾക്ക് എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ സ്ലൈമും പിന്നെ എന്തോ കളിപ്പാട്ടം എടുത്തിട്ടുണ്ട്. ഇത് ഏറുപടക്കാണ് കേട്ടോ. ഇതൊക്കെ എടുത്തത് കടയുടെ മുന്നിൽ വന്ന് പൊട്ടിക്കായിരുന്നു. കടയിൽ കയറി സാധനങ്ങൾ എടുക്കാൻ പോയാൽ ഞാൻ തിരിച്ചു വന്നപ്പോൾ 1 മണി 1:30 ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പിറന്നാളിനൊന്നും വെക്കാൻ പറ്റിയില്ല, അത്രയും തിരക്കായിരുന്നു കടയിൽ. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ഒരു കേക്ക് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വീട്ടിൽ പോയിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ പിറന്നാളിൽ നമ്മൾ ആരും വിളിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അച്ഛമ്മ പോയി ഇതേ ഈ ഗിഫ്റ്റ് മേടിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ചത് ഈ കേക്കും മേടിച്ച് അതുമ്പോൾ പേരെഴുതി നമ്മൾ കൊണ്ടുവന്നപ്പോൾ വല്ലിശനെ വഴിയിൽ കണ്ടു കേട്ടോ പാറു. അപ്പോൾ പാറുമോള് പറഞ്ഞു വല്ലിശാൻ്റെ കേക്ക് മുറിക്കാൻ ആരുമില്ല, വല്ലിശ വരുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വല്ലിശ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊണ്ട്, അവിടെ നമ്മുടെ ക്ലബിൻ്റെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അവരെല്ലാവരെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. പാറുമോളുടെ മനസ്സ് ആഗ്രഹിച്ച പോലെ തന്നെ പാറുമോൾക്ക് ഒരുപാട് ആളുകൾ വേണം. അപ്പോൾ അവരൊക്കെ ആയിരുന്നു നമ്മുടെ കേക്ക് മുറിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വല്ലിശ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ പാറുമോൾക്ക്. പാറുവിന് അങ്ങനെ ഒരുപാട് പേര് വേണം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ കാരണമാണ് കേട്ടോ, കടയൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ആരെയും വിളിക്കാൻ പറ്റാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആരുമില്ല, അമ്മയില്ല, ചേച്ചിയില്ല, മക്കളില്ല, ആരുമില്ല കേട്ടോ. ഞങ്ങൾ ആ വരുന്ന വഴിക്ക് എന്താ പറയുക, ഒരു അപ്രതീക്ഷിതമായി നടന്നൊരു പിറന്നാളാഘോഷമായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിക്കുകയാണ്. Happy birthday to you. Happy birthday, Parukutti. കേക്കൊക്കെ മുറിച്ച് പാറുമോൾ ആദ്യം കൊണ്ടു കൊടുക്കുന്നത് അച്ചുമോനാണ് കേട്ടോ. ഇവർക്കൊന്നും കൊടുക്കാനായിട്ട് ഞാൻ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഒന്നും അവർക്ക് കൊടുക്കാനും പറ്റിയില്ല. ഈ കൂട്ടത്തിൽ നന്നായി കവിത പാടുന്ന ഒരു ചേട്ടനുണ്ട് കേട്ടോ, പട്ടിക്കാട് ആദിത്യ ബേക്കറി നടത്തുന്ന നമ്മുടെ ബിജുവേട്ടൻ്റെ കവിത ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ ഇരുന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ ലൈവും പോയിട്ടുണ്ടായിരുന്നു. വേർപാടിൻ വേദന കണ്ണുനീരിറ്റുന്ന മിഴികളിൽ നിന്നു നീ വായിച്ചെടുക്കണം. എന്നെ പ്രണയിച്ച കാട്ടുപൂവേ ഭ്രാന്തനെന്നെ നീയും വിളിക്കണം. വരളുന്ന തേങ്ങലിൽ ഒഴിയുന്ന വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ ചീടണം. വരളുന്ന തേങ്ങലിൽ ഒഴിയുന്ന വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ ചീടണം. ബിജുവേട്ടന് കട്ട സപ്പോർട്ടായി പാറുമോളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ.